പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മൾ ഇന്ന് യുവതലമുറയും ചെറിയ കുട്ടികളടക്കം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ടിരിക്കും. എന്താ അതിന് ഒരു പരിഹാരം? ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. അച്ഛനും അമ്മയും മാതൃകയായിരിക്കും. ഗീതയിൽ പറയുന്നു, യദ്ദാചരതി ശ്രേഷ്ഠ തത്തത് ദേവേതരോജന സായത് പ്രമാണം കുരുതേ ലോകസ്ഥതന് വർത്തതേ. ശ്രേഷ്ഠ പുരുഷന്മാർ എന്താണോ പിന്തുടരുന്നത് അത് തന്നെ മറ്റുള്ളവരും പിന്തുടരും. അവരെന്താണോ പ്രമാണമാക്കുന്നത് അതിന് മറ്റുള്ളവരും പ്രമാണമാക്കും. ഒരു വീട്ടില് ശ്രേഷ്ഠ പുരുഷൻ എന്ന് പറയുന്നത് അച്ഛനും അമ്മയാണ്. അവർ മാതൃകാപരമല്ലാത്ത ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ മക്കളും അതേ പാത തന്നെ പിന്തുടരും. യദ്ദാചരതി ശ്രേഷ്ഠ തത്തത് ദേവേതരോജന. അച്ഛൻ കുടികാരനും മദ്യപാനിയും മയക്കുമരുന്നിനും അടിമയാണെങ്കിൽ മക്കളും അതേപോലെ തന്നെ അത് പിന്തുടരും. വഴക്കടിക്കുന്ന അച്ഛനും അമ്മയാണെങ്കിൽ മക്കളും അതേ പാത തന്നെ പിന്തുടരും. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുമായിട്ട് അത് ഭാര്യയായിട്ട് അടികൂടും. ഇന്ന് കാണുന്ന മിണ്ടിയ ഡൈവോഴ്സ് എന്നുള്ള അവസ്ഥയിലില്ല. അപ്പൊ അച്ഛനും അമ്മയും കുടുംബത്തിന് ശ്രേയസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതൃകാപരമായൊരു ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അല്ലാതെ വെറുതെ ആദർശ പ്രസംഗം നടത്തിയോണ്ട് ഒരു കാര്യമില്ല. കുട്ടികൾ മാതൃകയാക്കുന്നത് അച്ഛനും അമ്മയാണ്, പിന്നെ സമൂഹത്തെ എടുത്തു. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദുസ്സംഗ സർവദൈവത്യാജ. കുട്ടികളുടെ കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. ദുഷ്ടജനങ്ങളുമായി അല്ലെങ്കിൽ ദുർജനങ്ങളുമായി കുട്ടികളുടെ കൂട്ടുകെട്ടെങ്കിൽ സംശയം വേണ്ട, മക്കളും അതേ പാദ്യത്തിന് പിന്തുടരും. കാരണം മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിന് മുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ മക്കളും അതേപോലെ തന്നെ. പിന്നെ അവര് ഈ ദുസ്സംഗം അവർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മക്കളും തോന്നും. നമ്മൾ അറിയുകയില്ല അച്ഛനും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം നല്ല ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദുർജനങ്ങളായിരിക്കും, മഹാഭാവികളായിരിക്കും, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുമായിട്ടായിരിക്കും കൂട്ടുകെട്ട്. നമുക്ക് തോന്നുന്നു നമ്മുടെ മക്കളൊന്നും അതില് പെട്ടുപോയില്ല. 100% പെട്ടു, സംശയമില്ല. അതുപോലെ വീടുകളിൽ ഇന്നത്തെ കാലത്ത് കൂട്ടുകാരുടെ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അവർ തരുന്ന ഐസ്ക്രീമോ അല്ലെങ്കിൽ മിഠായികളോ ഒന്നും കഴിക്കരുത്. ഇന്ന് മയക്കുമരുന്നിനെ അടിമപ്പെടുത്തുന്നത് അങ്ങനെയില്ല. എല്ലാ കാര്യവും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചെറിയ കുട്ടികൾ മുതൽ മയക്കുമരുന്നിന് അടിമകളാണ്. അത് കൊടുക്കുകയാണ് ഇങ്ങനെ കൂട്ടുകാർ വഴി. തീർച്ചയായിട്ടും നമ്മൾ ഈ കൂട്ടുകെട്ടുകൾ, മക്കളുടെ കൂട്ടുകെട്ടുകൾ വളരെ ശ്രദ്ധിക്കണം. വീടുകളിൽ പോയി ആഹാരം കഴിക്കുക, ഐസ്ക്രീം കഴിക്കുക, അതെല്ലാം അവോയ്ഡ് ചെയ്യണം. അതേപോലെ അമിതമായ കൂട്ടുകെട്ട് അതെല്ലാം ഒഴിവാക്കി അവരെ മാതൃകാപരമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് വളർത്തിക്കൊണ്ടുവരണം. അതിന് ദൈവവിശ്വാസത്തിൽ വളർത്തണം. അതേപോലെ ഭജനങ്ങളും സത്സംഗങ്ങളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുപോയി ആത്മീയമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അവര് പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ സന്തോഷമല്ലാതെ മദ്യപാനത്തിലൂടെ സന്തോഷവും മയക്കുമരുന്നിലൂടെ സന്തോഷമല്ല കിട്ടുന്നത്, ഒരു ഇല്യൂഷൻ, ഒരു വിഡ്ഢികളുടെ സ്വർഗം പറയില്ലേ,
ആ വിഡ്ഢികളുടെ സ്വർഗം കിട്ടും. ആ വിഡ്ഢികളുടെ സ്വർഗത്തിന് പിന്നാലെ പോകും. പക്ഷെ അത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടുന്നതാണ്. പെട്ടെന്ന് കിട്ടുന്നത്. അതുകൊണ്ട് 99% ആൾക്കാർ അതിൽ പെട്ടു. അതിൽ നിന്ന് നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം. അതിന് നമ്മൾ മാതൃകപരമായ ജീവിതം നയിക്കണം. നമ്മളുടെ മക്കളുടെ ഓരോ മൂവ്മെന്റും ശ്രദ്ധിക്കണം. അതുകൊണ്ട് സംശയരോഗിയായി പിന്നാലെ നടക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവർ മാതൃകാപരമായ വ്യക്തിത്വമായിട്ട് വളർത്തിക്കൊണ്ടുവരണം. ഒരു കൗമാരപ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും നിർദ്ദേശം കൊടുത്താതൊന്നും അനുസരിക്കില്ല. അത് വലിയ സംഘർഷത്തിന് കാരണമാവും. വളരെ തന്ത്രപരമായിട്ട് അവര് നല്ല രീതിയിലുള്ള വ്യക്തിത്വങ്ങളായിട്ട് വളർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ കുടുംബങ്ങൾ നശിച്ചു, രാജ്യവും നശിച്ചു. നമുക്കറിയാം, ഇന്ത്യ നൂറ്റിക്കണക്കിന് വർഷങ്ങൾ, 300, 400, 500 വർഷങ്ങളൊക്കെ വിദേശ ശക്തികളുടെ അടിമകളായി. അതേ അവസ്ഥയിൽ തന്നെ സംശയമില്ല. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ശക്തരാവണം, നമ്മുടെ കുടുംബം ശക്തമാവണം, നമ്മുടെ നാട് ശക്തമാവണം. അതിന് നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകും. ഈ ഒരു കാര്യമാണ് ഇവിടെ ചർച്ച പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.